പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ സന്തോഷമായിരിക്കുന്നെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം അനുഗ്രഹമായി തീരുന്നുവെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കുവാനും കഴിയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചിരിക്കുന്നതിൽ ദൈവത്തിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ദൈവദാസനെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ എന്തുണ്ട്? കർത്താവിൽ സന്തോഷം. ആമേൻ. കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. ഓക്കെ. പ്രവർത്തനങ്ങളൊക്കെ കോവളത്ത് എങ്ങനെ നടക്കുന്നു? വളരെ സന്തോഷകരമായ രീതിയിൽ തന്നെ കർത്താവ് നടത്തിക്കൊണ്ടു പോകുന്നു. ഓക്കെ. കർത്താവിന്റെ ദാസനെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പ അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. അപ്പാ കർത്താവിൻ്റെ ദാസനെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് നടത്തിയ വിധങ്ങൾ, വഴികൾ, ഹല്ലേലൂയ, അങ്ങയെ കണ്ടുമുട്ടിയ വിധങ്ങൾ, കർത്താവെ അങ്ങ് ഉപയോഗിക്കുന്ന വിധങ്ങളെല്ലാം ഷെയർ ചെയ്യുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവങ്ങളുടെ ദാസന്റെ മേലോടുന്നു പകരുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹവും വിടുതലും ആശ്വാസവും ആയി തീരുവാൻ ഞങ്ങളുടെ നാമം ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ, വീട്ടിലെ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞാട്ട് പാസ്റ്റേ. ഇന്ന് രാത്രിയിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസനും ദാസിക്കും അതുപോലെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം ഓർപ്പിക്കുന്നു. എൻ്റെ വീട്ടില് എനിക്കിപ്പോ ഒരു ഭാര്യയും 2 മക്കളുണ്ട്. എൻ്റെ മൂത്ത മകള് +2 ക്ലാസ്സായിട്ട് നിൽക്കുന്നു. ഇളയ മകൻ +1 പഠിക്കും. ഓക്കെ. താങ്ക് യു പാസ്റ്റർ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. പരിശുദ്ധാത്മാവ് ദൈവദാസനെ എങ്ങനെ ഉപയോഗിക്കുന്നു, അങ്ങനെ ദൈവദാസന്റെ സാക്ഷ്യവും എല്ലാം കൂടെ ദൈവദാസന് പറയാവുന്നതാണ്. ഓക്കെ. താങ്ക് യു പാസ്റ്ററെ. താങ്ക് യു. കഥാവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യം സാക്ഷ്യം പറയുവാൻ അവസരം ഒരുക്കി തന്ന ഇതിന്റെ അഗ്നിനായി സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും നിലനിർത്തത്തിൽ ഒപ്പിക്കുകയാണ്. എൻ്റെ പേര് സുകുമാരൻ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിലല്ല ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ ബാല്യം നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്രായം മുതൽ തന്നെ എൻ്റെ വീട്ടിനകത്ത് ഞാനാണ് മൂത്തത്. എൻ്റെ ഇളയൊരു സഹോദരൻ, ഏറ്റവും ഇളയത് സഹോദരി. ഞങ്ങള് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജീവിച്ചു വളർത്തപ്പെട്ടത്. ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് ഇടത് കൈ ഉണ്ടായിരുന്നു. എൻ്റെ +2 പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷമാണ് എൻ്റെ കയ്യിൽ ക്യാൻസർ വന്നാണ് ഇടത് കൈ മുറിച്ചു മാറ്റിയതിനു ശേഷം വീണ്ടും ഈ രോഗം വീണ്ടും വരികയും അങ്ങനെയാണ് ഞാൻ ഈ യേശുവിലേക്ക് കടന്നു വരാനുള്ള മുഖാന്തരം ഉണ്ടായത്. എൻ്റെ ചെറുപ്രായം മുതൽ, ബാല്യപ്രായം മുതൽ വീട്ടിലെ വിളക്ക് കത്തിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു പൂജാമുറി ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ട്. വീട്ടിൽ വിളക്ക് കത്തിക്കുകയും നാമം ജപിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനായിരുന്നു. അതിനുശേഷം ജീവിതത്തിനകത്ത് എൻ്റെ 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ചെറിയൊരു മുഴ എൻ്റെ കൈയുടെ ഇടത് ഭാഗത്ത് വളരുവാനുണ്ടാവും. ഇന്നേക്ക് 27 വർഷങ്ങൾക്ക് മുൻപിലാണ് കൈ മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ ഈ കയ്യിൽ വളർന്ന ഈ മുഴ ഓരോ ദിവസം കഴിയും തോറും അത് വളർന്ന് വലുതാകാൻ തുടങ്ങി. എനിക്ക് കൈ ഉയർത്തുവാനും കൈ താഴ്ത്തിയിടാനോ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രികാലം ഉറങ്ങാൻ വളരെ പ്രയാസമായിരുന്നു. കമിഴ്ന്ന് കിടന്നിട്ട്
ഈ ഇടത് കൈ ഞാൻ അയച്ചിട്ട് ഇപ്പൊ ഒരു ആശ്വാസം കിട്ടാൻ, ഇപ്പൊ ഒന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി. എൻ്റെ വീട്ടില് അന്ന് ഞാൻ വിവാഹിതനല്ല. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ മാതാവ് പ്രത്യേക രീതിയിലുള്ള ആഹാരമാണ് ഉണ്ടാക്കുന്നത്. കാരണം ആ എണ്ണയിലുള്ള അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ആഹാരം കഴിച്ചാൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലത്തെ വേദനയാണ്. കമിഴ്നാണ് കിടക്കുന്നത്. വേദന കൊണ്ട് പല രാത്രിയിൽ എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ കരയാറുണ്ട്. എൻ്റെ ഇയ്യോബ് തൻ്റെ ജനന ദിവസത്തെ ശപിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തെ ശപിക്കുന്ന നാളുകളായി. അപ്പൊ ആ ഒരു കാലയളവില് ജീവിതത്തിനകത്ത് എനിക്ക് കൂടുതലായിട്ട് യേശുവിനെ അറിയാനുള്ള കാരണം ഞങ്ങളുടെ വീട്ടിന് ചുറ്റുപാടും ഒത്തിരി ചർച്ചകളുണ്ട്. പലരും സുവിശേഷം പ്രസംഗിക്കുന്നൊക്കെ കേൾക്കാറുണ്ട്. എങ്കിലും അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എൻ്റെ വീട്ടിനകത്ത് രഹസ്യമായിട്ട് എൻ്റെ സഹോദരി ബൈബിൾ പുസ്തകത്തിനകത്ത് വെച്ച് വായിക്കുന്നത് കണ്ടപ്പോൾ അന്ന് ഭയങ്കരമായ രീതിയിലൊക്കെ ഞാൻ ഹൈന്ദവ ഭക്തിയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി രഹസ്യമായിട്ട് വേദപുസ്തകം, പുതിയ നിയമ പുസ്തകത്തിനകത്ത് വെച്ച് വായിക്കുന്നത്. ഞാൻ അന്ന് ഇതില് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ പഠിപ്പിക്കുന്നത്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരകനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ ഞാൻ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു എന്നുള്ളത്. അപ്പൊ ആ ഉപദ്രവിയായിരിക്കും ഞാൻ ഈ മാർഗത്തിൽ പോകുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ. കാരണം അത്രത്തോളം ഈ ക്രൈസ്തവ മാർഗത്തെ വെറുത്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇവരെ വെറുക്കുകയും പുറം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കരമായ സ്നേഹത്തിലൊക്കെ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ സഹോദരി രഹസ്യമായിട്ട് വേദപുസ്തകം, പുതിയ നിയമ പുസ്തകത്തിനകത്ത് വെച്ചത് വായിക്കും. ഞാൻ ഒരു രാത്രിയില് നോക്കുമ്പോൾ അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇരുന്ന് രഹസ്യമായിട്ട് ഇങ്ങനെ ബൈബിൾ വായിക്കും. ഞാൻ അന്ന് അത് വിലക്ക് കൽപ്പിച്ചു, ഇനിമേൽ ഇത് വായിക്കുന്നത് ഞാൻ കാണാൻ. ശരിയാണെന്ന് പറഞ്ഞ് മടക്കി വെച്ചു. അടുത്ത് ഞാൻ നോക്കുമ്പോൾ വീണ്ടും അതുപോലെ ഒരു രാത്രിയിൽ എഴുന്നേറ്റ് ഈ വേദപുസ്തകം വീണ്ടും ഇരുന്ന് വായിക്കുന്നത് കൊണ്ട് ഞാൻ ഒരടി കൊടുത്തിട്ട് ഈ ബൈബിളിന്റെ ഫ്രണ്ട് താള് ഞാൻ വലിച്ച താളിട്ട ബൈബിൾ, പുതിയ നിയമ പുസ്തകം. സാധാരണ ഇന്ന് പലയിടങ്ങളിലും സുവിശേഷ പ്രചരണാർത്ഥം കൊടുക്കുന്ന പുതിയ നിയമ പുസ്തകം, ആ ഫ്രണ്ട് താള് വലിച്ചു കയറി ഞാൻ അടി കൊടുത്തു. ആദ്യമായിട്ട് ഞാൻ സുവിശേഷത്തിന് വിരോധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അന്ന് രണ്ട് കൈ ഉണ്ടായിരിക്കുമ്പോഴാണ് ഞാനിത് ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു കൈ കൊണ്ട് അനേകം പേരുടെ നടുവിൽ ഈ വേദപുസ്തകത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഞാൻ ഒരു പദവിയായിട്ട് ഞാൻ കാണുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഒന്ന് മാറി ഓരോ തരത്തിൽ വിഷയങ്ങൾ വന്നു. പിന്നീട് ഞാൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററില് 1997 ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് ഞാൻ ചിന്തിച്ച് ഏറ്റവും ചെറുപ്പക്കാരനായിരിക്കുന്ന രോഗി ഞാനായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം RCCക്ക് അകത്ത് കയറുന്നത്. പ്രിയമുള്ളവരെ, അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ രോഗം ഒന്നും അല്ല എന്ന് നമുക്കോട് വെച്ച് തോന്നിപ്പോകും. കാരണം കൊച്ചു കുട്ടികൾ, പ്രസവിച്ചിട്ട കുട്ടികൾ മുതൽ ജരാതര ബാധിച്ച വാർദ്ധക്യത്തിലെത്തിയ അപ്പച്ചൻ അമ്മച്ചിമാരൊക്കെ ഈ രോഗത്താൽ പലരും റേഡിയേഷൻ ചെയ്യുവാൻ, കീമോതെറാപ്പി ചെയ്യുവാൻ, പലരും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിനകത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ രോഗവും എൻ്റെ വേദനയും അവിടെ ഒന്നുമല്ലാതെ ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ ചെന്ന് പെട്ടെന്ന് തന്നെ സർജറി നടക്കും, പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുത്ത് മാറ്റും എന്നൊക്കെ ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് അവിടെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ അവിടെ ചെന്നേതാണ്ട് 2 ആഴ്ച അതിനകത്ത് കിടക്കുമ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് യേശുവിനെ കൂടുതലായിട്ട് പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയത്. ഓരോ വ്യക്തികളെയും ദൈവം സ്നേഹിക്കുന്നത് പലതരത്തിലാണ്.
ഇന്ന് സുവിശേഷം എല്ലാ ഇടങ്ങളിലും ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പല മീഡിയാസിലൂടെ സുവിശേഷം പല ഇടങ്ങളിലും എത്തുവാൻ വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പല രീതികളിലാണ് ദൈവം അവലംബിക്കുന്നത്. ഞാൻ ഒരു ചരിത്രകാരന്മാർ പറഞ്ഞത് കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: മരണക്കിടക്കയിൽ പോലും ദൈവം സുവിശേഷം കേൾപ്പിക്കാനുള്ള അവസരം ദൈവം ഓരോ വ്യക്തിക്ക് കൊടുക്കുന്നു. എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിനും തന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് സുവിശേഷം ആമേൻ പറയുവാൻ അവസരം കൊടുക്കും, കേൾക്കുവാൻ അവസരം കൊടുക്കും. ഞാന് സുവിശേഷം എത്താൻ യാതൊരു സാഹചര്യമില്ലാത്ത അന്നത്തെ കാലത്ത് 1997 ഞാൻ തിരുവനന്തപുരം RCCക്കകത്തായിരിക്കുമ്പോൾ ഒരു സാഹചര്യമില്ല, സുവിശേഷം അതിനകത്തെത്തുവാൻ ഒരു സാഹചര്യമില്ല. ഞാനാണെങ്കിൽ വളരെ നിരാശനായി, താടിയൊക്കെ വെച്ച് വളരെ നിരാശനായി. ജീവിതത്തിനകത്ത് എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു ദൈവം എനിക്ക് അതിനകത്തൂടെ കേൾപ്പിച്ച സുവിശേഷത്തിന്റെ നാമ്പ്, യേശുവിന്റെ നാമത്തിൽ. അതിനകത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അന്ന് ഞാൻ അത് അനുസരിച്ചുവെങ്കിൽ ഇന്ന് ആ കൈ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു സാക്ഷി പറയുവാൻ അതൊരവസരമായി എനിക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഞാൻ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് അതുമായിട്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റർ അവിടെ വരാം. ഒരു നായർ സമുദായത്തിൽപ്പെട്ട സിന്ധു എസ് നായർ എന്നാണ് അവരുടെ പേര്. അപ്പൊ ആ സിസ്റ്റർ അതുമായിട്ട് ഇഞ്ചക്ഷൻ തരാൻ വേണ്ടി, ആന്റിബയോട്ടിക് കൈമുറിച്ചാൽ സെപ്റ്റിക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോ ഒരു പുസ്തക പൂജയുടെ ഒക്ടോബർ മാസമാണ്. പുസ്തക പൂജയുടെ ഒരു തലേ ദിവസം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ പറഞ്ഞു, അവരുടെ അടുത്ത് ചോദിക്കുക, പേരൊക്കെ ചോദിച്ചിട്ട് നാളെ പുസ്തക പൂജ ഇല്ലെന്നൊക്കെ ചോദിക്കാൻ. ഞാൻ അവരുടെ ആദ്യം പേര് ചോദിച്ചു, അവർ പേര് പറഞ്ഞു. അടുത്ത ഞാൻ ചോദിച്ചു, നാളെ പുസ്തക പൂജയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല. അപ്പൊ അവര് പറഞ്ഞു, പുസ്തക പൂജയൊന്നും ഇല്ല, ഞാനൊരു ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയത്. അപ്പോ അത് കേട്ടപ്പോൾ എനിക്കതിലൊരു അത്ഭുതം. കാരണം ജീവനുള്ള ദൈവമാര് ഇത്രയും കാലം ഞങ്ങള് കൊടുത്തും വാങ്ങിച്ചും മടങ്ങി നമസ്കരിച്ചതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ജീവനുള്ള ദൈവത്തെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കേട്ട അതാരെ ജീവനുള്ള ദൈവം. അപ്പോഴാണ് ആ സിസ്റ്റർ കാര്യം പറഞ്ഞത്. താൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരി, ഈ സിസ്റ്റർ ആസ്മ രോഗം കൊണ്ട് പലവിധമായിരിക്കുന്ന വൈദ്യശാലകളിൽ കടന്നുപോയി, പലവിധ ചികിത്സകളൊക്കെ ചെയ്തു, ജീവിതത്തിൽ പൊറുതിമുട്ടി. ഇനി എന്തൊക്കെ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ അവലംബിച്ചു. മാർക്കോസിന്റെ സുവിശേഷത്തില് രക്തസ്രാവം പിടിച്ച സ്ത്രീ ഏറെ വൈദ്യന്മാരാൽ ചികിത്സിച്ച് ഒട്ടും ഭേദമാകാതെ, ബാക്കി അങ്ങനെ പഠിപ്പിക്കുന്നു, ഒട്ടും ഭേദം വരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാ ഈ സിസ്റ്ററുടെ കൂടെ പഠിക്കുന്ന ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞു, ഈ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ബൈബിൾ നീ ഒന്ന് വായിക്കുകയാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. അപ്പോ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുന്ന മേഖലകൾ നമ്മൾ നോക്കിക്കോണം. നമുക്ക് മറ്റ് പലതിനെയൊക്കെ നമുക്ക് അടക്കി നിർത്താൻ പറ്റും, പക്ഷേ ഈ സുവിശേഷത്തെ ആർക്കും അടച്ചു വെക്കാൻ പറ്റത്തില്ല. ആരും അടച്ചു വെച്ചാൽ തന്നെയും ഒതുങ്ങി നിൽക്കുന്നതുമല്ല. ഇതിന്റെ പ്രത്യേകത. ഇതിനെ ഒടിക്കും തോറും ഇത് അടുത്ത നാമ്പ് കിളുത്തോണ്ടിരിക്കുന്നതിന് ഓർത്ത് ദൈവസന്നിധി സ്തോത്രം പറയുകയാണ്, രക്തം ചെയ്യും. അപ്പോ സുവിശേഷത്തിന് അങ്ങനെ വലിയൊരു പ്രത്യേകതയുണ്ട്. സുവിശേഷം വേദപുസ്തകം പഠിപ്പിക്കുന്നത് സുവിശേഷം നിമിത്തം ജീവൻ വെളിപ്പെടുന്നു. സുവിശേഷം വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു.
സുവിശേഷം രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ലജ്ജാകരമായിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ സുവിശേഷമാണ്. അപ്പോ ഈ സുവിശേഷത്തെ ആർക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇതിനെ ആരൊക്കെ പിടിച്ചമർത്തി വെക്കാൻ നോക്കിയോ അവര് വീടെല്ലാം, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദപുസ്തകങ്ങൾ ഒന്നുപോലെ പുറത്ത് കാണരുതെന്ന് പറഞ്ഞ ഒരു തത്വചിന്തകനും അതുപോലെ തന്നെ സയന്റിസ്റ്റുമായിരുന്ന അയാളുടെ വില്യം വോൾട്ടയറുടെ വീട് മുഴുവൻ ഒരു അച്ചടി പുസ്തകം ബൈബിൾ അച്ചടിച്ച് വിറ്റടക്കുന്ന ബൈബിൾ ശാലയാക്കി മാറ്റിയെങ്കിൽ ഇതിനെ ആരൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും ഇത് വീണ്ടും വളരെ അനുഗ്രഹപ്രദമായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നതിനോട് സ്വാതന്ത്ര്യം. കാരണം ഞാൻ ഈ രണ്ട് കൈ ഇരിക്കുമ്പോൾ ബൈബിളിനെ വലിച്ചു കയറി ബൈബിളിന് വിരോധമായിട്ട് നിന്ന സ്ഥാനത്ത് അതിനകത്ത് എന്നെ സ്തോത്രം ദൈവം സ്നേഹിച്ചിട്ട് ദൈവം അയച്ച വ്യക്തിയായിരുന്നു ആ നേഴ്സ്. അപ്പൊ അവര് പറയുകയാണ്, എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ് എനിക്ക് ആ ബൈബിൾ തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ബൈബിളിനകത്തേക്കുന്ന വചനങ്ങളെല്ലാം ജീവനുള്ള വചനമാണ്. നീ ഇത് വിശ്വസിച്ച് വായിക്കുകയാണെങ്കിൽ ഈ ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഇത്രയും കാലം ഇല്ലാത്ത വലിയൊരു മാറ്റം. അന്ന് രാത്രിയിൽ സന്തോഷനാര് വീട്ടിൽ കൊണ്ടുപോയിട്ട് ദൈവം സംസാരിക്കുമെന്ന് കേട്ടപ്പോ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അന്ന് രാത്രിയില് അതുപോലത്തെ ആ ശ്വാസമുട്ടൽ തനിക്ക് ഉണ്ടായി. താൻ പെട്ടെന്ന് തന്നെ തനിക്ക് ശ്വാസം മുകളിലോട്ട് താഴോട്ട് വിടാൻ കഴിയാത്ത ഭാരം വന്നപ്പോൾ പെട്ടെന്ന് കൂട്ടുകാരി പറഞ്ഞ ആ ബൈബിൾ തന്റെ കൈയെടുത്തിട്ട് വിശ്വസിച്ച് പ്രാർത്ഥി, യേശോപ്പ എന്നോട് അങ്ങ് ഇടപെടണം. നമുക്ക് വേറെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അതിൽ തന്നോട് സംസാരിച്ചത് 103-ാം സങ്കീർത്തനം 3-ാം വാക്യം, ഞാൻ നിന്റെ അകൃത്യമൊക്കെ മോചിപ്പിച്ച് നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന യഹോവ. ഈ വചനം യഥാർത്ഥമായിട്ട് തന്റെ ജീവിതത്തിനകത്ത് താൻ അങ്ങോട്ട് അപ്ലൈ ആക്കി. ഭയങ്കരമായ പരിവർത്തനം ഉണ്ടായി. തനിക്ക് പെടുന്നതിന് തന്നെ ആ രക്തസ്രാവം പിടിച്ച ശ്രീ യേശുവിന് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം കിട്ടിയതുപോലെ ഈ സിസ്റ്റർ അത് വായിച്ച് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. തന്റെ ആ ശരീരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ അപ്പോൾ തന്നെ മാറ്റപ്പെട്ടു. അന്ന് രാത്രിയിൽ സുഖമായിട്ട് ആ സിസ്റ്റർ കിടന്നു. അവർ പറഞ്ഞ സാക്ഷ്യം. പിറ്റേ ദിവസം നോക്കണം. അടുത്ത ദിവസം താൻ വീണ്ടും ഇവരുടെ ഈ കൂട്ടുകാരുമായി ഒരുമിച്ച അവർക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഈ ഇന്റേൺഷിപ്പിന് ഓരോ ഹോസ്പിറ്റലുകാർ പറഞ്ഞു വിടും. ലിഫ്റ്റ് കയറിയ എല്ലാവരും ലിഫ്റ്റിലൂടെ പോകുമ്പോൾ ഇവര് സ്റ്റെയർ പോകുമ്പോൾ ഇവർക്ക് മാത്രമാണ് എല്ലാ പ്രാവശ്യവും ലിഫ്റ്റ് കയറി പോകും. ശ്വാസം മുട്ടലുള്ള അത്ര ബുദ്ധിമുട്ടായിരുന്നു. ദൈവാത്മാവ് അന്ന് പറഞ്ഞു, നീ ഇന്ന് ലിഫ്റ്റിലല്ല പോകേണ്ടത്, കൂടെയുള്ള കൂട്ടുകാരുടെ ഒപ്പം പോകാൻ. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവ മക്കളാകുന്നതാണ് വേദപുസ്തകം. അപ്പോ ഈ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോട് തന്റെ കൂടെ പഠിക്കുന്ന, തന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളൊപ്പം നടന്നപ്പോൾ കൂടെ ഇന്നെന്താ സിന്ധു നിങ്ങൾ ലിഫ്റ്റിൽ പോകത്തെ? പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിങ്ങൾ നടന്നു നോക്കാൻ. ഒരു കിതപ്പോ മറ്റു ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടോ ഉണ്ടാകില്ല. അപ്പൊ ഞാൻ രക്ഷാനിർണയം പ്രാപിച്ചു. രക്ഷാനിർണയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ താൻ മറ്റുള്ളവരുടെ അടുത്ത് സാക്ഷ്യം പറയുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സാക്ഷ്യം നമ്മളെപ്പോഴും പറയ്ക്കകത്ത് വെച്ച വിളക്ക് പോലെ ആയിരിക്കുമ്പോൾ അവർക്ക് ആ കിട്ടിയ സാക്ഷ്യം അടുത്ത ദിവസം മുതൽ തന്നെ കർത്താവിനെ കുറിച്ച് ഘോഷിക്കുവാൻ തക്കതായി വേണം, മറ്റുള്ളിടത്ത് പ്രഘോഷിക്കുവാൻ തക്കതായി വേണം. ദൈവം ആ സിസ്റ്റം ഉപയോഗിക്കും. അന്ന് എന്നോട് ഈ സംസാരിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചു, അങ്ങനെ ഇത്രയും വലിയ ഒരു മാറ്റം ദൈവത്തിന് കൊടുക്കാൻ കഴിയും അല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്നോട് ആ സിസ്റ്റർ അന്ന് ചോദിച്ചു, സുമാരൻ ഞാൻ ബൈബിൾ കൊണ്ട് തന്നാൽ വായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വലിച്ചു കീറി കളഞ്ഞ സാധനത്തെ, അല്ലെങ്കിൽ വലിച്ചു കീറി ഇതിനെ യഥാർത്ഥമായിട്ട് പെന്തക്കോസ്തേ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഈ പുസ്തകത്തെ വലിച്ചു കീറിയ എന്നെ അന്ന് രാത്രിയിൽ ഞാൻ ചിന്തിച്ചു, എങ്ങനെ നിരസിക്കുന്നത്? ശരി, കുഴപ്പമില്ല. ഞാൻ എവിടെ കിടന്ന പുസ്തകങ്ങളും മറ്റു പേപ്പറൊക്കെ വായിക്കുന്നത് കണ്ടപ്പോൾ ഇവർ ഈ പുസ്തകം എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ വായിക്കാൻ തോന്നി. പക്ഷെ വായിക്കാൻ തോന്നിയെങ്കിലും അടുത്ത് കിടക്കുന്ന ഒരു മാർത്തോമയിലെ പേര് പറയുന്നില്ല, അപ്പച്ചന് ഒരു കവളിലെ ഒരു ഭാഗം പോയി. അടുത്ത കവളിൽ ക്യാൻസർ ബാധിച്ച് അടുത്ത ഭാഗം എടുക്കാൻ, കീഴ്ത്താടി എടുക്കാൻ വേണ്ടി കിടക്കുക. ആ അപ്പച്ചന്റെ ഒരു മകൻ പള്ളിയിലെ ഡീക്കനോ എന്തൊക്കെയാണ്. പക്ഷെ അദ്ദേഹം
പറയുകയാണ്. അപ്പൊ ഞാൻ അപ്പച്ചനെ ചോദിച്ചു, അപ്പച്ചൻ ഇതൊക്കെ പറയുന്നത് ശരിയാണോ? അപ്പച്ചൻ പറഞ്ഞു, ഇത് ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. ഞാൻ ആ വായിക്കുന്ന ആ ചിന്ത അവിടെ വെച്ച് ക്യാൻസൽ ആക്കിയ. അടുത്ത ദിവസം ഞാൻ അനസ്തേഷ്യൻ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഇവര് അനസ്തേഷ്യൻ ഡോക്ടർ സൈൻ ചെയ്താൽ മാത്രമേ, അവരെ പെർമിഷൻ അവരുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൈ മുറിച്ച് മാറ്റുകയുള്ളൂ. അപ്പോ അവിടെ ചെന്നപ്പോൾ അനസ്തേഷ്യൻ ഡോക്ടറെ കണ്ടപ്പോഴാ ഡോക്ടർ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, BP അല്പം കൂടുതലാണ്, സർജറി ഈ ആഴ്ചയിലില്ല, ഒരാഴ്ചത്തേക്കുള്ള BP ടാബ്ലറ്റ് തരാം, ഇത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. എന്നിട്ട് അവരെടുത്ത് ചോദിച്ചു, സുമരൻ താങ്കൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ? അപ്പൊ അവരുടെ ആ ചോദ്യത്തിന് മുൻപിൽ ഞാൻ ചോദിച്ചു, എന്തായാലും കഴിഞ്ഞ ദിവസം സിസ്റ്റർ സംസാരിച്ചു, ഇപ്പോൾ ദൈവം ചോദിച്ചു. ഞാൻ പറഞ്ഞു ദൈവവിശ്വാസമുണ്ട്, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഉണ്ട്. എങ്കിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു കാര്യം കേൾക്കൂ. ഞങ്ങളുടെ എന്താ കാര്യം ഡോക്ടർ? അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ആ ഡ്രോയ്ക്കകത്ത് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ കിടക്കുന്നു, കൊണ്ടുപോയി താങ്കൾ വായിക്കണം. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അടുത്ത ആഴ്ച ഇവിടെ വരുമ്പോൾ താങ്കൾ എൻ്റെ അടുത്ത് പറയണം. ഞാൻ പറഞ്ഞു ശരി, ഡോക്ടർ പറഞ്ഞതല്ലേ, നിരസിക്കണ്ടെന്ന് കരുതി ഞാൻ ഈ ബൈബിൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇതിനകത്ത് സുവിശേഷം പറയാൻ പുറത്തുനിന്ന് ആരെയും കയറ്റി വിടുന്നതല്ല. അവിടെ കൂടെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ബൈസ്റ്റാൻഡർ പോലും ഇരുത്തില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരിക്കുന്ന ആ സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വക്താക്കൾക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുക. ഓരോ വ്യക്തികളെ ദൈവം സ്നേഹിക്കുന്ന വിധമാണ്. ഒരു നേഴ്സ് സുവിശേഷം പറഞ്ഞു, ഇപ്പോഴിതാ അവൻ ഡോക്ടർ സുവിശേഷം പറഞ്ഞു. കാരണം കൈ മുറിച്ച് മാറ്റുന്നതിന് മുൻപ് ദൈവം അവൻ വ്യക്തികളെ കൊണ്ട് സുവിശേഷം അറിയിപ്പിക്കും. എൻ്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ സ്തോത്രം, ഇതിന്റെ ശ്രോതാക്കളായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കാഴ്ചക്കാരായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഇതുപോലെ ദൈവാത്മാവ് പല വ്യക്തികളിലൂടെ ആയിരിക്കാം, ചിലപ്പോ ഇതുപോലത്തെ മീഡിയാസിലൂടെ ആയിരിക്കാം, അതല്ല എങ്കിൽ മറ്റ് സ്വതന്ത്ര രീതികളിലൂടെ നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. നിങ്ങൾ ഈ ശബ്ദം കേട്ട് യഥാർത്ഥമായി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് അത്താഴത്തിൽ പങ്കെടുത്ത് സ്തോത്രം ഒരു വലിയ സന്തോഷം അനുഭവിക്കാൻ പോവുകയാണ്. പല പ്രാവശ്യവും നമ്മൾ നീട്ടി മാറ്റി വെക്കും. പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ, അടുത്ത വർഷമാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകന്റെ അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങൾ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് പ്രോസ്പോൺ ചെയ്തു പോകുന്നവരോട് ഞാനൊരു മുന്നറിയിപ്പായിട്ട് പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ ഒരിക്കലും നിങ്ങൾ അതിനെ മിസ്യൂസ് ചെയ്യരുത്. യഥാർത്ഥമായിട്ട് വേദോസം പഠിപ്പിക്കുന്നു, ഇത് സുപ്രസാദ സമയം, ഇത് രക്ഷാ ദിവസമാണ്. ഈ സന്ദേശത്തെ നിങ്ങൾ യഥാർത്ഥമായി ഉൾക്കൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ദൈവം തന്ന 2 അവസരങ്ങളെ ഞാൻ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. നിങ്ങൾ കേൾക്കണമോ? അവിടെ വെച്ച് ഡോക്ടർ അടുത്ത ആഴ്ച ഞാൻ ചെല്ലുമ്പോൾ വായിക്കാതെ പോയി. കാരണം എനിക്ക് ബൈബിൾ വായിക്കുന്നത് സ്തോത്രം എനിക്ക് ഉചിതമായിട്ട് തോന്നുന്നില്ല. കാരണം അവർ തന്നതിന് നിരസിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഇന്നും ഇതുപോലെ ഞങ്ങൾ കൊടുക്കുന്ന ട്രാക്റ്റ് ആയിരുന്നാലും ബൈബിൾ ആയിരുന്നാലും ചിലര് വളരെ സ്നേഹത്തോടൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയതിനു ശേഷം അടുത്ത വേസ്റ്റ് ബോക്സിനകത്തോ മറ്റ് ഏതെങ്കിലും വേസ്റ്റ് ബിന്നിനകത്തോ ഒക്കെ ഇടുന്നവരുണ്ട്. സ്നേഹത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് പിന്നത്തേതില് ദൈവം സാക്ഷി പറയാൻ വിളിക്കുമ്പോൾ ഈ വേസ്റ്റ് ബിന്നിനകത്ത് ഈ ബൈബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ട്രാക്റ്റ് ആയിരിക്കും ദൈവം സാക്ഷ്യത്തിനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കാതെ അങ്ങോട്ട് കിടക്കുകയാണ്. ഞാൻ മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ്. അപ്പൊ ഡോക്ടർ ചോദിച്ചു, വായിച്ചോ? ഞാൻ വായിച്ചു. എന്തെങ്കിലും തോന്നിയ? എനിക്ക് ഒന്നും തോന്നിയില്ല. എനിക്ക് എത്രയും വേഗം കൈമുറിച്ച് സുഖം പ്രാപിച്ചു വീട്ടിൽ പോകുക എന്നത് മാത്രം. ഡോക്ടർ സൈൻ ചെയ്യാതെ ഡോക്ടറിന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അടുത്തത് ആഴ്ച എനിക്ക് സർജറിയുടെ എല്ലാ കാര്യങ്ങളും. ഈ സർജറി നിൽക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തായാലും കൈ മുറിച്ചു മാറ്റും. അങ്ങനെ ആ കൈ മുറിച്ചു മാറ്റുകയാണെങ്കിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവങ്ങളെ, അതായത് ഞാൻ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിംബങ്ങൾ ഒന്നും തന്നെ ഇനി ഞാൻ ദൈവമായിട്ട് ഞാൻ അംഗീകരിക്കില്ല. ഇനി ഒരു ദൈവം ഇല്ല എന്ന ഒരു സങ്കല്പത്തിൽ ഞാൻ നടക്കുന്നു. എന്തായാലും 1997 ഞാൻ അതിനകത്ത് കയറുക. അതിനകത്ത് ഒക്ടോബർ മാസത്തില്
RCCക്ക് അകത്ത് കയറുമ്പോഴും ആ എന്നെ സർജറി ചെയ്യാൻ വേണ്ടി വരുന്ന മെയിൻ ഡോക്ടർ, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അന്ന് 2 സർജറിയാണ്, ഒരു മേജർ സർജറി ആയിട്ട് 2 സർജറി, അതിൽ ഒരു സർജറി വന്നു കഴിഞ്ഞു, സെക്കൻഡ് സർജറി എന്നെ. അപ്പൊ എന്നെ അവര് സർജറി ചെയ്യുന്നതിന് മുൻപേ ഞാൻ പെട്ടെന്ന് എനിക്ക് ഇഞ്ചക്ഷൻ തരുന്ന ഈ ആന്റിബയോട്ടിക് ഇതിന്റെ അനസ്തേഷ്യ ഇഞ്ചക്ഷൻ തരുന്നതിന് മുൻപേ അവര് ഒരു നിമിഷം അവരുടേതായിട്ടുള്ള ആ ദൈവങ്ങളെ ഇങ്ങനെ ഒരു നിമിഷം സ്മരിച്ചിട്ടാണ് അവരെനിക്ക് അനസ്തേഷ്യ തന്നു. ഈ അനസ്തേഷ്യ തന്ന് അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വൈകുന്നേരം വന്ന് എന്റെ കൈ അവയെ നോക്കുമ്പോൾ അവരെന്നെ വിളിച്ചു, വയറ്റ് നോക്കിയപ്പോൾ എന്റെ കൈയുടെ ഭാഗത്ത് നഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഞാൻ ഈ ഒരു കൈ കൊണ്ട്, അവിടെ ഒരു പ്രത്യേക ഡ്രസ്സാണ് RCC ചെല്ലുമ്പോൾ, നിങ്ങൾ അതിനകത്ത് അത് ചെല്ലുമ്പോൾ അവിടുത്തെ അവർ തരുന്ന ഒരു പ്രത്യേക ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സിന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇടുവാനോ അവൻ തന്നിരിക്കുന്ന ആ വസ്ത്രം ഉടുക്കുവാനോ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ഈ ഒരു കൈ കൊണ്ട് ജീവിതം എല്ലാം തീർന്നു. അപ്പൊ അവരെന്നെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുവാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ ബൈസ്റ്റാൻഡർ വരുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഒന്നും വേണ്ട, എന്നെ കാണാൻ വേണ്ടി 4 മണി തൊട്ട് 5 മണി വരെ ടൈം സന്ദർശക സമയം വെച്ചിട്ടുണ്ട്. ആ സന്ദർശന സമയത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ബന്ധുക്കൾ വരുമ്പോൾ ഓറഞ്ച് ഒക്കെ കൊടുക്കും. ഞാൻ ഈ ഒരു കൈ കൊണ്ട് ഞാൻ അതിനെ പൊളിക്കാൻ വേണ്ടി ഞാൻ ഓടിക്കും. അപ്പൊ അവരൊരു പ്ലേറ്റിനകത്തിട്ടിട്ട് ഞാൻ ഇതിനെ പൊളിക്കുന്നുണ്ടപ്പോൾ പൊളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഓറഞ്ച് എന്നെ ഇട്ടിട്ട് ഓടുകയാണ്. കാരണം ഈ ഒരു കൈ കൊണ്ട് നമ്മളപ്പോ എന്തായാലും അത് ശീലിക്കണം. ഞാൻ വിചാരിച്ചു കിട്ടും. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അടുത്ത വെറ്റിക്കിടക്കുന്ന ആള് അതിനെ ഓപ്പൺ ചെയ്ത് തന്നു. ഞാനത് കഴിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഞാനത് പ്രത്യേക രീതിയിൽ ഒരെണ്ണം എടുത്തു വെച്ച് അങ്ങനെ 2 സൈഡിൽ 2 ഓറഞ്ചിന്റെ തോടൊക്കെ എടുത്ത് അട വെച്ചിട്ട് ഞാൻ പതിയെ ഒരു കൈ വെച്ച് ഞാൻ പൊളിക്കാം. കാരണം എന്തായാലും ജീവിക്കണം, എനിക്ക് ഒരു കൈ കൊണ്ട് ജീവിക്കണം, ഇതായിരുന്നു ചിന്ത. പക്ഷെ അതിനകത്ത് കിടക്കുമ്പോഴും ഞാൻ ചിന്തിച്ച്, ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചെന്നാൽ എന്റെ ഫ്യൂച്ചർ ഞാൻ ഇനി ഒരു കൈ കൊണ്ട് എനിക്ക് ഷർട്ട് ഇടാൻ കഴിയില്ല, എനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്തിനെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം, ഇതിലും ഭേദം മരിക്കുക. ഞാൻ 1-2 പ്രാവശ്യം ആശുപത്രിയുടെ ആ ജനലിലൂടെ ചാടി കാരണം അവിടെ ഗ്രില്ലിൽ ആ ജനലിലൂടെ ചാടി, കാരണം അത്ര മാനസിക പിരിമുറുക്കത്തിലായിരിക്കുകയായിരുന്നു. ഇനി ജീവിക്കേണ്ട എന്ന് പോലും ചെന്ന സ്ഥാനത്ത് അവിടെ നിന്നെല്ലാം എന്നെ ആരൊക്കെയോ തട്ടി മാറ്റി കൊണ്ടുവരുന്ന ഒരു അനുഭവം. അടുത്ത് നിങ്ങൾ യഥാർത്ഥമായിട്ട് ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും തീർന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി, ജീവിക്കേണ്ട, മതി, ജീവിതം അടുത്തു, എന്റെ ജീവിതം അസ്തമിച്ചു. എന്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇതുപോലെ ഇത്തരത്തിൽ രോഗം അനുഭവിക്കുന്ന പലരും ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മോട് സംസാരിക്കുന്ന ചില സന്ദേശങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഡോക്ടർമാര്, നേഴ്സുമാര് കൗൺസിലിംഗ് തരാൻ വേണ്ടിയിട്ട് അവർ വരുന്നത് എങ്ങനെയാണ്? സാധാരണ ഇങ്ങനെ വരുന്നവര് 2 കൈ വന്നിട്ട് ഒരു കൈ നഷ്ടപ്പെടുന്നവര്, ആ ശരീരത്തിലെ അവയവങ്ങൾ നഷ്ടപ്പെടുന്നവര്, അവർക്ക് ആവശ്യമായിരിക്കുന്ന മോട്ടിവേഷൻ കൊടുക്കും. മോട്ടിവേഷൻ കൊടുക്കുന്ന വെച്ചാൽ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾ വീണ്ടും ജീവിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയാകണം ഒക്കെ പറഞ്ഞാണ് മോട്ടിവേഷൻ ഒന്നും വിടുന്നത്. പക്ഷെ എന്റെ ഉള്ളിലെ ചിന്ത മുഴുവനും ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ് അല്ല, വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എങ്ങനെ സൂയിസൈഡ് ചെയ്യണം, എങ്ങനെ ആത്മഹത്യ, ഇങ്ങനത്തെ ചിന്തയുമായിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ വണ്ടിക്കകത്തിരുന്ന് വരുന്ന സമയത്ത് അവിടെ ഒരു മതിൽ എഴുതിയിരുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങൾ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഈ വാക്യം എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ രീതിയിൽ ഹൃദയസ്പന്ദനം പോലെ ടിക് ടിക്, ആ ക്ലോക്കിന്റെ ടിക് സൗണ്ട് കേൾക്കുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ നല്ല രീതിയിൽ സംസാരിച്ചു. ഞാനത് പറയുമ്പോൾ വിളിച്ചു പറയട്ടെ, ആ ദൈവാത്മ ഭയങ്കരമായിട്ട് ഇടപെട്ടു. ഞാൻ വീട്ടിൽ ചെന്ന സമയത്തൊക്കെ ഞാൻ ആദ്യത്തെ 2 ദിവസം 3 ദിവസം എനിക്കറിയാം ഭയങ്കര തിരക്കാ. കാണാൻ വേണ്ടി പലരും 2 കൈയോട് പോയവനാണ് 1 കൈയോടുകൂടെ വന്ന്, പലരും വിസിറ്റേഴ്സ് ഒക്കെ വന്ന് അവരൊക്കെ നോക്കിയിട്ട് പോകുമ്പോഴൊക്കെ പറയുന്നത്, ഇനി 1 കൈ കൊണ്ട് എങ്ങനെ ചെയ്യാമേ, ഇതെങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഞാൻ ആഹാരം കഴിക്കണം, ഈ 1 കൈ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അവരിങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശമാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആ കട്ടിലും പരും മാത്രമായി. എന്റെ വീട്ടിൽ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം, എനിക്ക് മനസ്സിലായി ഇത്രയൊക്കെ ഉള്ളു ജീവിതം, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു
ഞാൻ ചിന്തിച്ച് എല്ലാം തീർന്നു, എന്തായാലും ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഞാൻ ഒരു ടവലൊക്കെ ഇട്ട് വീണ്ടും പഴയതുപോലെ ഞാൻ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിക്ക് വേണ്ടി പോകുകയാണ്. ഒരു കൈയോട് കൂടി ഞാൻ ജോലിക്ക് പോകും. അപ്പൊ ഞാൻ പിന്നെ എല്ലാ ആഹാരവും ആഹാരം ഭക്ഷിക്കാനുള്ള ആർത്തി കൊണ്ട് ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം കഴിച്ചു തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മുറിച്ചു മാറ്റിന് താഴോട്ട് വീണ്ടും ഈ ഈ ഗ്രോത്ത് വളരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു വൈദ്യശാസ്ത്രപരമായിട്ട് ഇനി ഞങ്ങൾക്ക് ചികിത്സ, ഇതിന് റേഡിയേഷനോ കീമോതെറാപ്പിയോ മറ്റു രീതിയിലുള്ളൊന്നുമില്ല, വരുന്ന ഭാഗം വെച്ച് റിമൂവ് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലായിരുന്നു ഞാൻ തീരുമാനിച്ചു എന്തായാലും ജീവിതം വെച്ചത്. പിന്നെ ഞാൻ ഒരു മദ്യപാനമായി ജീവിതം എല്ലാം തീർന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് നോക്കണം, സുവിശേഷം 2 പ്രാവശ്യം എന്നെ ദൈവാത്മാവിനകത്ത് കേൾപ്പിച്ചിട്ടും ഞാൻ അതിനെ അംഗീകരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് എന്നോട് സുവിശേഷം, രക്ഷയുടെ സന്ദേശം. അദ്ദേഹം അന്ന് വന്ന ഉടനെ എന്നെ സുവിശേഷം എന്താ പറഞ്ഞു, എൻ്റെ ഈ ഒരു കയ്യെ പിടിച്ച് യഥാർത്ഥമായിട്ട് സ്തോത്രം, ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവര് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ ഭാവം ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. എന്നെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് നയിച്ചത് സുവിശേഷമാണെങ്കിൽ പോലും സുവിശേഷം പ്രചരിപ്പിക്കുന്ന വ്യക്തിയുടെ സ്നേഹം. അപ്പൊ അയാൾ എന്നെ വിളിച്ച് എനിക്ക് ഈ ഒരു കൈയില് ആദ്യമായിട്ട് അദ്ദേഹം ഷേക്കൻഡ്. ഞാൻ ഈ ഒരു കൈ കൊണ്ടാണ് ആഹാരം കഴിക്കുന്നത്, ഈ ഒരു കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഒരു അദ്ദേഹം വന്ന് എനിക്ക് ഷേക്കൻഡ്, ആരും പിടിക്കാത്ത കാര്യത്തിൽ അദ്ദേഹം എനിക്ക് ഷേക്കൻഡ് തന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു കോട്ടയുടെ സുമാർ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങാതെ ഇങ്ങനെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരു റൂമിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാം, ചായയൊക്കെ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പുറത്തു കൊണ്ടുപോയി. ഞങ്ങള് ഒരു കടയിൽ നിന്ന് പലഹാരമൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് അത്ര ഒരു. അപ്പൊ അദ്ദേഹം അത് ഒരു ദിവസമല്ല, പല ദിവസവും അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിലൂടെ എനിക്ക് യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ ഞാൻ തീരുമാനിച്ചു. എന്തായാലും അപ്പൊ അദ്ദേഹം വന്ന് തോന്നി ഒരു പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം ചോദിച്ചത് ഈ പെന്തക്കോസ്താണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എനിക്ക്, കാരണം ഇവരെ ഇങ്ങനത്തെ പെന്തക്കോസുകാരെ ഒരു പ്രത്യേക അലർജിയോടുകൂടിയാണ് നമ്മൾ കണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പെന്തക്കോസ്താണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വരിക, ഒരു സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ. അങ്ങനെ ഞാൻ 1998 ജൂലൈ മാസത്തില് ഞാൻ ഇന്നായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാന്യ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാന്യ നോബൽ ജില്ലാ മാസ്റ്ററുടെ അടുക്കൽ ഈ ദൈവദാസനുമായിട്ടൊക്കെ ഞങ്ങൾ അവിടെ ചെന്നു. അദ്ദേഹം പറഞ്ഞു യേശുവെ രക്ഷിക്കണമെന്ന് മാത്രം വിളിക്കുന്നത്, വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ ചെന്ന് യേശുവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ ഞാൻ അവിടെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് യേശുവെ യേശുവെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്നായിരുന്നു, യഥാർത്ഥത്തില് പെട്ടെന്ന് എൻ്റെ ഈ ഒരു കൈ അങ്ങോട്ട് ഉയർത്തി ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കാൻ, യേശുവെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇരിക്കുന്ന സ്ഥലമൊക്കെ വിട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവാത്മാവിനെ നിറയ്ക്കുക മാത്രമല്ല, ഭയങ്കരമായ ഒരു പ്രത്യേക സാന്നിധ്യം എൻ്റെ മേൽ അന്ന് പകൽക്കാലം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത്. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു നിമിഷം പുറകിലോട്ട് വരട്ടെ. എൻ്റെ അടുത്ത് ഈ സ്നേഹിതൻ വന്ന സുവിശേഷം പറയുന്നതിന് മുൻപ് എൻ്റെ വീട്ടില് ഞാൻ അനുഭവിച്ച, അതായത് ഈ ഒരു കൈയോടുകൂടെ തന്നെ ആയിരിക്കുമ്പോൾ എൻ്റെ വീട്ടില് ആടും കോഴിയും, അതായത് ആട് പ്രസവിച്ച കുട്ടികള്, ആട് ഇങ്ങനെ ഓരോന്നും ദിവസവും ഇങ്ങനെ ചത്തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, കോഴി ചത്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ കുഞ്ഞ്, അതേപോലെ കോഴിക്കുഞ്ഞ്. അപ്പൊ ഇങ്ങനെ പലതും നഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞു ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ജ്യോത്സ്യനെ കാണാം. അപ്പൊ ആ ജ്യോത്സ്യൻ പറഞ്ഞത് എനിക്ക് 7 ശനിയാണ്, 1, 2 മുജ്ജന്മ പാപം, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിന് പരിഹാരം. അദ്ദേഹം പറഞ്ഞ പരിഹാര മാർഗം പറഞ്ഞത്, തിരുവനന്തപുരത്ത് ഇന്ന ക്ഷേത്രത്തിൽ ചെന്ന് കുളിച്ച് തൊഴുത് ഉടുത്തിരിക്കുന്ന വസ്ത്രം
അവിടെ ഉണക്കിയെടുത്ത്, കുളിച്ചതിന് ശേഷം ഉണക്കിയെടുത്ത് അടുത്തിരിക്കുന്ന സാധുക്കൾക്ക് ദാനധർമ്മം ചെയ്ത് അവിടുന്ന് നേരെ കന്യാകുമാരി വഴി അവിടുത്തെ സ്തോത്രം കടലിൽ ചെന്ന് കുളിച്ചഴിച്ച് ക്ഷേത്രകുളങ്ങളിൽ കുളിച്ച് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ പാപത്തിന് മോക്ഷം കിട്ടുകയും അതിനോടൊപ്പം ദാനധർമ്മങ്ങൾ കൂടെ ചെയ്തു വരുമ്പോൾ ഇതിന് പരിഹാരം കിട്ടും. ഞാൻ എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലായിരുന്നു ജോത്സ്യം പറഞ്ഞത് സൂര്യ നമസ്കാരം ചെയ്യാൻ പറഞ്ഞു. സൂര്യ നമസ്കാരം എല്ലാ ഞായറാഴ്ച എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യാൻ. അത് നോക്കിയപ്പോൾ എപ്പോഴും 7 ദിവസം കൊടുത്ത് എനിക്ക് വരുന്ന 7ാം ശനി ആയതുകൊണ്ട് എന്റെ ശനി മാറാൻ വേണ്ടി ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും സൂര്യ നമസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യനെ നമസ്കരിക്കും. എനിക്ക് വരുന്ന അനർത്ഥം ഇങ്ങനെ മറ്റു ജന്തുക്കളിൽ പോകാതെ എന്നിലൂടെ തന്നെ പരിഹരിച്ച് മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ഇതിനെല്ലാം അവിടുത്തെ ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റും. പക്ഷെ ഈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരല്പം ആശ്വാസം ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്നേഹിതൻ വന്നതിനോടത്ത് ഈ സുവിശേഷം പറഞ്ഞ് 1998 ജൂലൈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ ആ സ്തോത്രം ആലയത്തിനകത്ത് ചെന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്ക് ഒന്നും അറിയില്ല. ആ ദിവസം ആ പാസ്റ്റർ അന്നത്തെ സഭാ ശുശ്രൂഷകൻ ഇരിക്കുന്ന നമ്മുടെ ചർച്ചക്കോട് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനി ദേവദാസ് പാസ്റ്റർ വന്ന പറഞ്ഞു കണ്ണടച്ച് സ്തോത്രം പറയാൻ പറഞ്ഞു. ഞാൻ ദൈവസന്നിധി സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാല പാപ സ്വഭാവങ്ങൾ ഒന്നൊന്നായിട്ട് വെളിപ്പെടുത്തി ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു നിൽക്കുമ്പോൾ എന്റെ വലതുഭാഗത്ത് സൂര്യനെ കവിയുന്ന വലിയൊരു പ്രകാശം എന്റെ മുഖത്തുനിന്ന് പതിച്ച് എന്റെ കൈകളുടെ കെട്ടുകൾ ദൈവം അഴിച്ചു മാറ്റി. ഞാൻ അറിയാത്ത നിലവാരത്തിൽ ഒരു അത്ഭുത സാന്നിധ്യം. അന്ന് വരെ പലയിടത്തൊക്കെ ഞാൻ പെന്തക്കോസ്തുകാരെ ഈ അന്യഭാഷയിൽ പറയുന്നത് കൈയടിക്കുന്നതൊക്കെ കളിയാക്കി എന്നെ അന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്റെ മേൽ അന്ന് നിറച്ച് ഞാൻ ഈ 2 കൈ കൊണ്ട് അടിച്ചു പാടി സ്തുതിക്കുന്നത് പോലെ ഞാൻ ഒരു കൈ കൊണ്ട് ദൈവത്തിനെ തുടയിലടിച്ച് ഞാൻ മഹത്വപ്പെടുത്തുക മാത്രമല്ല, അന്ന് രാത്രിയിൽ എന്റെ ജീവിതത്തിനകത്ത് എത്രയോ വർഷമായി 6-7 വർഷത്തോളം ആ ജീവിതത്തിനകത്ത് ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന എനിക്ക് അന്ന് രാത്രിയിൽ സുഖത്തോടുകൂടെ ആദ്യമായിട്ട് ജീവിതത്തിനകത്ത് നന്നായിട്ട് ഒന്നും ഉപയോഗിക്കാതെ, ഒരു മെഡിസിനോ അല്ലെങ്കിൽ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ സുഖമായിട്ട് ഉറങ്ങിയ രാത്രി എന്ന് വെച്ചാൽ ഈ യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച ആ സെക്കൻഡിൽ കർത്താവ് തന്ന വലിയ ഉറക്കത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിനകത്ത് എന്തൊക്കെ അവനെ നേടി പറഞ്ഞാലും ഉറക്കം നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, പ്രിയ സാമ്യ വ്യക്തിജീവിതമേ, നിങ്ങൾ ചിലപ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഉറക്കം നഷ്ടപ്പെട്ട് ജീവിതത്തിനകത്തെല്ലാം തകർന്ന് പലതും ഉപയോഗിച്ചിട്ട് ഉറക്കം കിട്ടാതിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ സന്ദേശത്തിലൂടെ താങ്കൾ യേശുവിനെ തങ്ങളുടെ ഹൃദയപൂർവ്വം രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം വരുത്തുവാൻ യേശുവിനെ കഴിയും. നിങ്ങൾ കേൾക്കണമോ? ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത ക്യാൻസർ സെന്ററിലേക്ക് ഞാൻ പോകുമ്പോൾ 3 മാസം കഴിഞ്ഞ് ഞാൻ ഈ മരണം എന്ന ആ ചിന്തയിലൊക്കെ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും യേശു കർത്താവിൽ എന്നെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം എക്സ്റേ എടുത്തു, സ്കാനിങ് ചെയ്തു. നിങ്ങൾ കേൾക്കണമോ? ഇനി വിവാഹം കഴിക്കാൻ പറ്റില്ല, തലമുറ ഉണ്ടാകില്ല, അതുപോലെ തന്നെ ജീവിതത്തിനകത്ത് ഇനി ഈ ഒരു കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് എല്ലാം വഴിമുട്ടി ജീവിതത്തിനകത്ത് ഇനി അടുത്ത ഒരു ചാപ്റ്റർ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സ്ഥാനത്ത് യേശു എന്റെ ജീവിതത്തിനകത്ത് വന്നത് മുതൽ എന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ്, ഒരു യു ടൈം അവിടെ വെച്ച് സംഭവിപ്പാനിടം. ഇത് വ്യക്തികൾ തന്നതല്ല, യേശു തന്ന സ്നേഹമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. ഞാൻ ആ നിമിഷം തന്നെ അവിടെ എക്സ്റേ ഒക്കെ എടുത്ത് ഒന്ന് കാണാം. അവർക്ക് നോക്കിയപ്പോഴും ഒന്നും കാണാനില്ല. അവർ പറഞ്ഞത് എങ്ങനെ സംഭവിച്ചു? അവർ പറഞ്ഞു, ഞാൻ ഇതുപോലെ യേശുവിനെ അറിഞ്ഞു, എനിക്ക് കർത്താവിലേക്ക് സുഖം തന്നു. അവർ പറഞ്ഞു, ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന പലരും ഇതുപോലെ ദൈവിക വഴികളിൽ എത്തിച്ചേർന്ന് പലർക്കും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരി വിളിച്ചു പറയട്ടെ, ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള ആഹാരം പലയിടങ്ങളിലൊക്കെ എന്നെ ശുശ്രൂഷകൾക്ക് വിളിച്ചു പോകുമ്പോൾ അവർ തരുന്ന ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ, ഞാൻ കഴിക്കാൻ ഭക്ഷിക്കാത്ത, ഒരു കാലത്ത് ആഗ്രഹിച്ച് കിട്ടാൻ കഴിയാത്ത പല ആഹാരങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന് അറിയാതെ നന്ദി പറയും. 2, എനിക്ക് ദൈവം തന്ന ഉറക്കം. 3, എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർത്തു. 4,
ആമേൻ എന്നെ ആമേൻ സ്തോത്രം അവൻ എന്റെ ദയയും കരുണയും എന്നെ അണിയിച്ചു. സ്തോത്രേ, അങ്ങനെ എന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം ദൈവം എന്നെ മാനിച്ചതിന് ഓർത്ത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഉറപ്പുള്ള ഒരു പാറയാകുന്ന ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തി കൃപയാൽ വിളിച്ചു പറയട്ടെ. ഈ ഒരു കൈ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ ഒരു കൈ കൊണ്ട് സൈക്കിൾ ഓടിക്കാൻ ആദ്യം ഞാൻ സൈക്കിൾ ഓടിച്ചു. ഇന്ന് സ്കൂട്ടി ഓടിച്ച് പലയിടത്തൊക്കെ ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയായി ഒരു കൈ കൊണ്ട്? അച്ഛാ, ഞങ്ങൾ രണ്ട് കൈ നോക്കിയിട്ടും പക്ഷെ ഇതാ 7-8 വർഷത്തോളമായി ഞാൻ ഈ ഒരു കൈ കൊണ്ട് ഞാൻ ഈ വാഹനം ഓടിച്ചൊക്കെ പോകുമ്പോൾ പലപ്പോഴൊക്കെ ചിന്തി പല രാത്രി ഞാൻ ആദ്യം ബസ്സിലൊക്കെയാണ് പല ശുശ്രൂഷകൾക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന അവിടുത്തെ പാസ്റ്ററോ വിശ്വാസികളൊക്കെ ആയിരിക്കും ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. ഞാനപ്പോ രാത്രിയിൽ അവിടെ തങ്ങും. ദൈവാത്മാവ് പറഞ്ഞു, നീ ഓടിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൈ വെച്ചൊക്കെ ഞാൻ ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് ഇന്ന് ഒരു കൈ വെച്ച് പലരുടെയും മുമ്പിലൂടെ കർത്താവിന്റെ കൃപയാൽ ഈ ഒരു കൈ കൊണ്ട് ദൈവകൃപയാൽ പലയിടങ്ങളിലും കിലോമീറ്ററുകൾക്ക് അപ്പുറം ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് ഒരു കൈ ചോദിച്ച കിണറ്റിൽ നിന്നും വെള്ളം കോരുവാൻ, തേങ്ങ പൊതിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയും രണ്ട് കൈയില്ലെങ്കിൽ ഒരു കൈ ഇല്ലെങ്കിൽ ഒരു കൈ ചെയ്യിപ്പിക്കും. പക്ഷെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇന്ന് വരെ നടത്തുന്ന കൃപയെ ഓർത്ത് സ്തോത്രം പറയാം. വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിനകത്ത് കൃപയാൽ നിൽക്കുന്ന ഒരു അനുഗ്രഹപ്പെട്ട ജീവിത പങ്കാളിയെ തന്ന് ഏതാണ്ട് 19 വർഷത്തോളമായി. ദൈവകൃപയാൽ ഒരു തലമുറയെ എനിക്ക് 2 തലമുറ കർത്താവ് എനിക്ക് തന്നു. ഇന്ന് കൃപയാൽ എനിക്ക് പരീക്ഷ ഭവനിൽ ജോലി കിട്ടി. കർത്താവ് പറഞ്ഞ ഈ ജോലിക്കല്ല, എന്റെ വേലയ്ക്ക് വേണ്ടി ഈ ചുമല് കൊടുക്കണം. അങ്ങനെ എന്റെ ആദ്യത്തെ ശുശ്രൂഷ ട്രാക്ട് കൊടുക്കുന്ന മിനിസ്ട്രിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് സൺഡേ സ്കൂൾ അധ്യാപകനായി. ഇന്ന് കൃപയാല് ഒരു സഭാ ശുശ്രൂഷകന്റെ ചുമതലയേറ്റ് ദൈവകൃപയാൽ അനേകം പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കതായ വണ്ണം ദൈവം എന്നെ ഒരു വഴികാട്ടിയെടുത്തു. കൃപയാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നിടത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ചെന്നു. ഈ സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഈ സുവിശേഷ സന്ദേശം ഈ ആമേൻ സ്തോത്രം ജോയ്സ് ടിവിയിലൂടെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലപ്പോഴും ഈ വീഡിയോ കണ്ട് അവർക്കൊരു മാർക്ക് കൊടുത്തൊക്കെ പോകുന്നതായിരിക്കാം. പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ വിട്ടുകളയരുത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇത് സംസാരിക്കും. നമുക്ക് രോഗിയായിരിക്കുന്ന എനിക്ക് ഇനി മുൻപോട്ടൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 25ാമത്തെ വയസ്സിൽ എന്റെ ജീവിതം തീരുമെന്നൊക്കെ പറഞ്ഞ് ജാതകം വരെ എഴുതി വെച്ച സ്ഥാനത്ത് ഇന്ന് 54 വയസ്സ് വരെ ജീവിക്കുവാൻ അനുവാദം തന്നത് ഞാൻ സ്നേഹിക്കുന്ന ആ യേശുവിലൂടെ മാത്രമാണ്. എന്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹിതേ, സഹോദര സഹോദരി, നമ്മുടെ ജീവിതം എത്രയെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മുടെ ആയുസ് എത്രയെന്ന് നമുക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും ഈ അവസരം ഇന്ന് ഈ സുവിശേഷം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആമേൻ സ്തോത്രം വെറുതെ ഒന്ന് നിങ്ങൾ കയറി നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതിൽ കയറിയ ഒരു ശബ്ദം ഇതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി കേൾക്കുന്ന വ്യക്തിയായിരിക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് ഈ സുവിശേഷം. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്റെ വാക്കിൽ നിന്ന് ഇരിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കൃപയാൽ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹപ്രദമായിരിക്കുന്ന കുടുംബം, ദൈവം നിന്ന കുടുംബം ദൈവകൃപയാൽ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിനൊരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയിലുള്ള പ്രിയ അമ്മാമ്മയ്ക്കും അതുപോലെ ഇവിടുത്തെ അങ്കിൾ എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, എന്നെ പോലെ കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു ക്യാൻസർ രോഗത്തിന്റെ അനുഭവത്തിലായിരുന്ന സ്ഥാനത്ത് യേശുപ്പ എനിക്ക് തന്ന അതേ സൗഖ്യം ഇപ്പോൾ ഈ നിമിഷം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ വേദന കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത വ്യക്തികളായിരിക്കാം. ഭാരം കൊണ്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. സൂയിസൈഡിന്റെ പോയിന്റിൽ നിൽക്കുന്ന ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആ സ്ഥാനത്തു നിന്നും അതിന്റെ ഈ കൊച്ചു സന്ദേശം ദൈവമേ അവരുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ രൂപാന്തരം സ്വർഗം വരുത്തി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യെസ്, ഈ സന്ദേശം ചില വ്യക്തികളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കാൻ, ചിലര് നിത്യജീവന അവകാശികളായി മാറുവാൻ സ്വർഗം വഴി തുറക്കണം. കടബാധ്യതയിലായിരിക്കുന്നവരുണ്ട്, രോഗശയിലായിരിക്കുന്നവരുണ്ട്,
ഞരക്കത്തിലായിരിക്കുന്നവരുണ്ട്, കണ്ണുനീരിന്റെ താഴ്വരയിൽ പോകുന്നവരുണ്ട്. ഇവരുടെ എല്ലാ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികട്ടെ ഈ സന്ദേശം അവർക്ക് ജീവനും ചൈതന്യവും ദൈവം വരുത്തുമാറാണ്. മഹത്വം പിതാവിനെടുക്കണം. ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം. ഞങ്ങളുടെ നല്ല പിതാവേ, ആമേൻ.